ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അത് ജോലിയാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീടാകാം, അല്ലെങ്കിൽ ഒരു പ്രണയമാകാം. ചിലപ്പോൾ നിങ്ങൾ എൻഡായിപ്പോയ ആ ഒരു പ്രണയം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിനും വളരെ ആക്റ്റീവായിട്ട് ആക്ഷൻ എടുക്കും. അങ്ങനെ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത്. കാരണം പാസ്റ്റിൽ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ശരിക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ അതിനുവേണ്ടി കുറേ എഫേർട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ കഴിവുകളൊക്കെ കണ്ടെത്തി അത് പഠിക്കണമെന്ന് ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കുന്ന കാര്യത്തിലും നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ചിലപ്പോൾ അലസതയായിരുന്നുവെങ്കിൽ, അതിലൊരു മടി കാണിച്ചിരുന്നുവെങ്കിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് കുറച്ചുകൂടി നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എനർജിയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം എന്തെന്നാൽ ബിസിനസ് ഒന്ന് ഫ്ലോപ്പായി പോവുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ പോയ കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം, എനിക്കതിനുള്ള കഴിവുണ്ട്, എനിക്ക് പറ്റും. അങ്ങനെ നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊരു യൂത്ത്ഫുള്ളായിട്ടുള്ളൊരു എനർജി ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. വളരെ ആക്റ്റീവായിരിക്കും നിങ്ങൾ. ഇപ്പോൾ എത്ര സുഖമില്ലാതിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു മടി പിടിച്ചിരിക്കുന്ന ചിലപ്പോൾ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സമയം വിചാരിക്കും, എനിക്ക് ഈ മടിയൊക്കെ മാറ്റിയിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഉറച്ച തീരുമാനം ഈ ഒരു സമയം നിങ്ങൾ എടുക്കുമെന്നാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ ഇപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്,
അത് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത് മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾ ബുദ്ധിയും കഴിവും എല്ലാമുള്ള ആൾക്കാരാണ്. പലപ്പോഴും അത് ചെയ്യേണ്ട സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. അത് മറ്റുള്ളവർ ചെയ്യേണ്ടതല്ല, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കുകയും ചെയ്യുമെന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ച് നിർത്താനും നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു സ്ഥാനം ഉറപ്പിക്കാനുമൊക്കെ സാധിക്കുമെന്നാണ് കാണുന്നത്. പാസ്റ്റിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാത്ത ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ അവരുടെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാർ, നിങ്ങളുടെ അത്തരത്തിലുള്ള ചിന്തകൾ ഇവിടെ മാറി തുടങ്ങുകയാണ്. കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ചിന്ത, അത് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ സഹായിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന ചിന്ത നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയണം എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയും അതിന് ആക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇതിലൊരു ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതിൽ ആരുമില്ല എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലെ കാര്യം നിങ്ങൾ ചെയ്യുമായിരിക്കാം, വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജോബ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ ഇതിലൊരു വീട് പണിയൊക്കെ നടത്തുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷേ ചിലപ്പോൾ അത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ഇതെല്ലാം നോക്കി നടത്തുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നമായിരിക്കാം ഈ ഒരു വീട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളുടെ എനർജി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു 10 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളിവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു വലിയ സ്വപ്നത്തിന് വേണ്ടിയാണ്. അത് ചിലപ്പോൾ ഒരു വീടാകാം. അപ്പോൾ അത് എന്തു തന്നെയായാലും ആ ഒരു കാര്യം നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. കാരണം ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ഈ സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയുമുണ്ട്. നിങ്ങൾ ചെയ്ത ആ ഒരു വർക്കിനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നതാവാം. മാത്രമല്ല പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്
അതായത് അബൻഡൻസിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്ന ഒരു എനർജി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ഇവിടെ മേടിക്കുന്നതാവാം. അതായത് നിങ്ങളൊരു നല്ല ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ ആ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ പൈസ ചിലവഴിക്കുന്നതാവാം. അത് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ സ്വയം സന്തോഷിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാനാവാത്ത ആ ഒരു സന്തോഷങ്ങൾ പല ഭാഗത്തു നിന്നും നിങ്ങൾക്കിവിടെ വരുന്നുണ്ട്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിന്നാവാം, അല്ലെങ്കിൽ പൈസ സംബന്ധമാകാം. അപ്പോൾ അത്തരത്തിൽ ചില സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളെടുത്ത ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തിക വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള ആ ഒരു പണം നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിപൂർവം നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നു എന്നാണ്. നിശ്ചയദാർഢ്യം കൂടുതലായിരിക്കും എന്നാണ്. എന്തു വന്നാലും എനിക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു ആ ഒരു പൂർണ്ണ വിശ്വാസം ഈ സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഈ സമയം പ്രത്യേകം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ശരിക്കും ഒരു യൗവനത്തിൻ്റെ എനർജിയാണ്, ഒരു യങ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം നല്ലൊരു ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ചുറുചുറുക്കോടെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് നിങ്ങൾ കാണാതിരിക്കുക. ഈ സമയം നിങ്ങൾക്ക് വരുന്ന തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് വളരെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ളൊരു ആളാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. എപ്പോഴും അത് നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. മാത്രമല്ല നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴോ ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്തോ ആ ഒരു മൂമെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതായത് ഈ ഒരു കാര്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു ഇൻറ്റ്യൂഷൻ പോലെ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അതൊരു ഗൈഡൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുക. ആ ഗൈഡൻസ് നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് നേരിട്ട് കണക്റ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. അതിന് വേണ്ടിയിട്ടിപ്പോൾ നിങ്ങൾ ആരുടെയും അടുത്ത് ഒരു ഗൈഡൻസ് എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ ഹൈ എനർജിയിലിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നിലധികം ആൾക്കാർ ചെയ്യേണ്ട ജോലി ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് അതിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അത് കണ്ട് അഭിനന്ദിക്കുന്ന അവസരങ്ങളും
ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ആ ഒരു ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് ഇവിടെ തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതം വഴിമാറി ഓൾറെഡി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ആഘോഷത്തിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം വരുന്നു എന്നുള്ളതാണ്. അത് ഒരു വിവാഹമാകാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ ഈ ഒരു സമയം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 ഓഫ് കപ്സും അതുപോലെ 4 ഓഫ് വാൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചില ആളുകൾക്കൊരു സെലിബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് സമാധാനത്തോടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. വളരെ കൂളായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഈ ഒരു സമയം എന്നാണ്. കുറേ നാളുകൾക്ക് ശേഷം മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് കാലം നിങ്ങൾക്ക് നടക്കാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാകാം. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാലം തടസ്സപ്പെട്ട് കിടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നതിൻ്റെ ഒരു സന്തോഷം, ചിലപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമാകാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ 4 ഓഫ് വാൻസും 3 ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില അവസരങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ അധികാരവും പ്രതാപവും ഒക്കെ തിരിച്ച് വരുന്ന ഒരു എനർജിയാണ്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജോലി, നിങ്ങൾക്ക് അതായത് നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത ജോലി, ചിലപ്പോൾ അത് മറ്റാരുടെയെങ്കിലും ഒരു ഇടപെടൽ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു എനർജിയാണ്. നിങ്ങൾ വീണ്ടും ആ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാവാം നിങ്ങൾ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ വലിയ വിലയുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുകയും അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങൾ അർഹിക്കുന്ന ആദരവ് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. അതുപോലെ സ്റ്റെബിലിറ്റിയാണ്, പ്രൊട്ടക്ഷനാണ്, സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ് ഇത്. വേറെ ആരുടെയും ഒരു തരത്തിലുള്ള ഒരു അഡ്വൈസും ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അതായത് മാറ്റാത്ത ചില തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കുമെന്നാണ് ഇതിൽ കാണാൻ പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്.
നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം, അപ്പോൾ ആ ഒരു കാര്യം ഈ സമയം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കുറേ ആൾക്കാർക്ക് ഇത് വളരെ സന്തോഷവും ലക്കുമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഗുഡ് ഫോർച്യൂണാണ്, അപ്പോൾ ലക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഒബ്സ്റ്റക്കിൾസൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. എത്ര കഠിനമായ സാഹചര്യത്തിലും നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കി തരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചു എന്ന് പറയാം. അത്രയും വളരെ കോൺഫിഡൻസ് ആയിരിക്കും ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ജെന്യുവൻ ആയിരിക്കണം എന്നില്ല. അതായത് ഈ ഒരു സമയത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടി ഒരുപാട് ഇഷ്ടത്തോടെ ഓഫർ തരുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഇത് ചിലപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു അഫെയർ ആയിരിക്കാം. അപ്പോൾ റിലേഷൻഷിപ്പിൽ ബാലൻസ് സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതായത് ഓവറായിട്ട് ഒരാളെ കാണുന്നതിന് മുന്നേ ആ ആളുമായിട്ടൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കിങ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടാനുള്ളൊരു സമയമാണ്. കാരണം അത്തരത്തിലുള്ള പ്രവൃത്തികളും തീരുമാനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവൃത്തികളായിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടത്. ശരിക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും തമാശയായിട്ട് എടുക്കാതിരിക്കുക. അതായത് നിങ്ങൾ തമാശ പോലെ എടുത്തിരുന്ന ചില കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണണം എന്നാണ്. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിപൂർവം അതിൽ തീരുമാനമെടുക്കുന്ന ഒരു സമയമാണ്. പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട സമയം കൂടിയാണ്. കുറച്ച് തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.